നമസ്കാരം. കേരള മീഡിയ അക്കാദമിയുടെ പ്രതിവാര മാധ്യമ വിശകലന പരിപാടിയായ മാധ്യമജാലകത്തിന്റെ 333 എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരള മീഡിയ അക്കാദമി പ്രസിദ്ധീകരണമായ മീഡിയ മാഗസിൻ ഏർപ്പെടുത്തിയിട്ടുള്ള മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് പ്രഖ്യാപിച്ചു. ആഫ്രിക്കൻ രാജ്യമായ ബുർക്കിന ഫാസോയിലെ മാധ്യമ പ്രവർത്തകയായ മറിയം ഔട്ട്റോഗയാണ് മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ. മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡിന്റെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു സംസാരിക്കുന്നു. കേരള മീഡിയ അക്കാദമിയുടെ 2024 മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡിന് ആഫ്രിക്കൻ ജേർണലിസ്റ്റ് മരിയ ഒഡ്രഗോയെ തെരഞ്ഞെടുത്ത കാര്യം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. കേരള മീഡിയ അക്കാദമി അതിൻ്റെ മുഖമാസികയായ മീഡിയയാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. 2023 മുതൽ ഇത് ഞങ്ങൾ നടത്തി വരികയാണ്. സാർവദേശീയമായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ട വ്യത്യസ്തതയുള്ള ജേർണലിസ്റ്റുകളെ പരിചയപ്പെടുത്തുന്നതിനും അംഗീകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ്. പുലിസ്റ്റർ പ്രൈസ് സാർവദേശീയ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ പുലിസ്റ്ററിൻ്റെ ഒരു പോരായ്മ അത് അമേരിക്കയ്ക്ക് ചുറ്റുമായി തിരിയുന്നു എന്നുള്ളതാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാധ്യമരംഗത്ത് നിന്നും ചില ബദലുകൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു ബദലുകൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരള മീഡിയ അക്കാദമി മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് പ്രഖ്യാപിച്ച് വരുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ തുടർച്ചയായിട്ടാണ് ഇത്തവണ ആഫ്രിക്കയിലെ ഒരു ചെറു രാജ്യമായ ബുർക്കിന ഫാസോയിലെ മാധ്യമപ്രവർത്തകയായ മറിയത്തിനെ ഈ അവാർഡിന് വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും കണ്ണീര്, നൊമ്പരം, അവരനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ, ഇതെല്ലാം തൻ്റെ മാധ്യമപ്രവർത്തനത്തിലൂടെ ലോകത്തെ വിളിച്ചറിയിക്കുകയായിരുന്നു മരിയ ഒഡ്രഗോ. സൈനിക അട്ടിമറിയും ഭരണ അനിശ്ചിതത്വവും നിലനിൽക്കുന്ന ആഫ്രിക്കയിലെ രാജ്യത്ത് ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ വംശീയ ശക്തികളും മതത്തിൻ്റെ മറവിലെ തീവ്രവാദ ശക്തികളും ആളുകൾക്കെതിരെ സങ്കല്പിക്കാൻ കഴിയാത്തത്ര ക്രൂരതകൾ കെട്ടഴിച്ചു വിടുകയായിരുന്നു. ഇതിൻ്റെ ഭാഗമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്ന അവസ്ഥ വരെ ഉണ്ടായി. കൂട്ടബലാത്സംഗം, കുട്ടികളെ പോലും അക്കാര്യത്തിൽ വെറുതെ വിട്ടിട്ടില്ല. ഇതിനെയൊക്കെ പറ്റിയുള്ള വിവരങ്ങൾ ഇതിനിരയായ ആൾക്കാരെ കണ്ട് പത്രങ്ങളിലൂടെ കൊടുക്കേണ്ട വിവരങ്ങൾ മാത്രം കൊടുത്തുകൊണ്ട് ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് ഈ സംഭവങ്ങൾ കൊണ്ടുവരികയും അതിലൂടെ ലോകം തന്നെ ആദരിക്കേണ്ട ഒരു ജേർണലിസ്റ്റായി മരിയ ഒഡ്രഗോ മാറുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയ 2024 മീഡിയ പേഴ്സണായിട്ട് ഇവരെ തിരഞ്ഞെടുത്തത്. 2 പേർക്ക് കൂടി പ്രത്യേക പരാമർശങ്ങൾ മീഡിയ മാഗസിൻ നടത്തിയിട്ടുണ്ട്. ഉക്രൈൻ ജേർണലിസ്റ്റായ നതാലിയ ഗുമേനിയാണ് ഒരാൾ. അവരുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് റഷ്യൻ പ്രസിഡന്റ് പുടിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. അതുപോലെ തന്നെ ഗാസയിലെ മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്ന സംഭവങ്ങൾ ലോകത്തിന് മുമ്പിൽ എത്തിക്കുന്നതിൽ മുന്നിൽ നിന്ന ചാനലാണ് അൽ ജസീറ. അൽ ജസീറയുടെ ആങ്കറായ എലിസബത്തിലൂടെയാണ് ഇതിൽ നല്ലൊരു പങ്ക് വാർത്തകൾ ലോകമറിഞ്ഞത്. ഈ മാധ്യമപ്രവർത്തകരെ ആദരിക്കേണ്ടതുണ്ട്, അംഗീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് എലിസബത്തും ഈ പരിഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്.
കേരള മീഡിയ അക്കാദമി വരും മാസങ്ങളിൽ സംഘടിപ്പിക്കുന്ന മീഡിയ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി ഈ അവാർഡുകൾ സമ്മാനിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആഫ്രിക്കയിലെ ഐവറി കോസ്റ്റിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് മറിയം ഔഡ്രോഗയുടെ ജനനം. വെല്ലുവിളികൾ നിറഞ്ഞ ജീവിത സാഹചര്യത്തെ വിജയകരമായി മറികടന്ന മറിയം 2008 ബുർക്കിന ഫാസോയിലെ പ്രസ് ഏജൻസിയായ ഏജൻസ് ഡി ഇൻഫർമേഷൻ ഡു ബുർക്കിനയിലാണ് തന്റെ മാധ്യമ ജീവിതം ആരംഭിച്ചത്. കലാപകലുഷിതമായ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് മരിയത്തിന്റെ മാധ്യമ ജീവിതത്തെ വെല്ലുവിളികൾ നിറഞ്ഞതാക്കി മാറ്റി തീർത്തത്. സത്യത്തിനു നേരെ തുറന്നു പിടിച്ച കണ്ണുകളും കാതുകളുമാകണം മാധ്യമ പ്രവർത്തകരുടേത് എന്നതിന്റെ നേർചിത്രമാണ് മരിയം ഔഡ്രോഗ എന്ന മാധ്യമ പ്രവർത്തകയുടേത്. സ്വന്തം ആരോഗ്യത്തെ പോലും അപകടപ്പെടുത്തും വിധമുള്ള നിരന്തരമായ റിപ്പോർട്ടിങ്ങുകൾ ഒരു വേള അവരെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. തന്റെ മാധ്യമ ജീവിതത്തെ തന്നെ പ്രതികൂലമായി ബാധിച്ചേക്കാം എന്ന അവസ്ഥയിൽ നിന്നും മരിയം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. കുടിയിറക്കപ്പെട്ടവരും കള്ളന്മാരും കൊള്ളക്കാരും ലൈംഗിക തൊഴിലാളികളുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഡാബ്ലോയ്ക്കും കായയ്ക്കും ഇടയിലുള്ള പ്രദേശത്തു കൂടി അവർ സഞ്ചരിച്ചു. അവിടെ ലൈംഗികാതിക്രമത്തിന് ഇരയായ സ്ത്രീകളുടെ ജീവിത സാഹചര്യങ്ങളെ സത്യസന്ധമായി വായനക്കാരിലേക്ക് എത്തിച്ച ഡാബ്ലോ കായ ആക്സിസ് ദി റോഡ് ടു ഹെൽ ഫോർ ഇന്റേണൽ ഡിസ്പ്ലേസ്ഡ് വുമൺ എന്ന തലക്കെട്ടിൽ മരിയം പ്രസിദ്ധീകരിച്ച പരമ്പര വളരെ ശ്രദ്ധിക്കപ്പെട്ടു. മരിയത്തിന്റെ ഈ വിധ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്റർനാഷണൽ സെന്റർ ഫോർ ജേർണലിസ്റ്റ് ICFJ 2023 നൈറ്റ് ഇന്റർനാഷണൽ ജേർണലിസം അവാർഡ് അവർക്ക് സമ്മാനിക്കുകയുണ്ടായി. യുദ്ധലേഖകർക്കുള്ള ലോകത്തിലെ ഏറ്റവും അഭിമാനകരമായ ബയേക്സ് കാലോഡോസ് നോർമാൻഡി അവാർഡും അവർക്ക് ലഭിച്ചു. സർക്കാർ ഉടമസ്ഥതയിലുള്ള ചെറിയ ദിനപത്രമായ സുഡായയുടെ റിപ്പോർട്ടർ എന്ന നിലയിൽ മനുഷ്യ ദുരിതത്തോടുള്ള കാരുണ്യമാണ് തനിക്ക് പ്രചോദനമായതെന്ന് ഔഡ്രാഗോ പറയുന്നു. മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ അവാർഡ് ഏറ്റവും അർഹതയുള്ള കരങ്ങളിലേക്കു തന്നെയാണ് എത്തിച്ചേരുന്നത്. മരിയം ഔഡ്രോഗയ്ക്ക് കേരള മീഡിയ അക്കാദമിയുടെ അഭിവാദനങ്ങൾ. മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഇല്ലാത്ത ഒരു ലോകം ഇന്ന് നമുക്ക് സങ്കല്പിക്കാനാവില്ല. വിവിധ ദേശങ്ങളിൽ, വിവിധ ഭാഷകളിൽ, സംസ്കാരങ്ങളിൽ, നാനാരൂപങ്ങളിൽ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നു. മനുഷ്യരുടെ ഭാഗ്യതയങ്ങളിൽ ഇടപെടുന്നു, സ്വാധീനിക്കുന്നു, നിർണയിക്കുന്നു. എന്നാൽ മാധ്യമങ്ങളുടെ ചരിത്രത്തിന് നമ്മളൊക്കെ കരുതുന്ന പോലെ അത്രയൊന്നും പഴക്കമില്ല എന്നതാണ് വാസ്തവം. കൂടിയാൽ 4-5 നൂറ്റാണ്ടിന്റെ നീളം മാത്രം. ലോകത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിനപത്രമായ ലണ്ടനിലെ ഡെയിലി കറന്റിനെയും അതിന്റെ സ്ഥാപകയായ എലിസബത്ത് മാലറ്റിനെയും അനുസ്മരിക്കുന്നു മാധ്യമ വിചാരത്തിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ലോകാരംഭം റിപ്പോർട്ട് ചെയ്യുന്നതിന് പത്രങ്ങളില്ലായിരുന്നു, TV, ക്യാമറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും ഇല്ലായിരുന്നു. എന്നതുപോലെ പത്രങ്ങളുടെ ആരംഭം റിപ്പോർട്ട് ചെയ്യുന്നതിനും പത്രങ്ങൾ സ്വാഭാവികമായും ഉണ്ടായിരുന്നില്ല. ലോകത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിനപത്രം 1702 ലണ്ടനിൽ ഡെയിലി കറന്റ് എന്ന പേരിലാണ് ആരംഭിച്ചത്. കറന്റ് എന്നുള്ളൊരു സ്കോട്ടിഷ് ഉച്ചാരണമാണ്. കറന്റ് എന്നാണ് വാക്ക്. ഡെയിലി കറന്റ്. അതിന്റെ സ്ഥാപക ഒരു സ്ത്രീയാണ്, എലിസബത്ത് മാലറ്റ് എന്നാണ് അവരുടെ പേര്. നമ്മൾ ഈ മാധ്യമങ്ങളിലെ വനിതാ പ്രാതിനിധ്യം അല്ലെങ്കിൽ മാധ്യമങ്ങളും സ്ത്രീകളും എന്ന വിഷയത്തെ കുറിച്ചൊക്കെ ചർച്ച നടത്തുമ്പോൾ ഈ പേര് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. എലിസബത്ത് മാലറ്റ് എന്നുള്ള പേര്. അവരുടെ ഈ പത്രം ഒരു സിംഗിൾ ഷീറ്റ് പത്രമായിരുന്നു. ഒരു പുറം നിറയെ വാർത്തകൾ, കഴിയുന്നത് ലോക വാർത്തകൾ, അതിനപ്പുറമുള്ളത് പരസ്യങ്ങളും. പരസ്യ ജാക്കറ്റ് ഒന്നുമില്ല, ആകെ 2 പേജേ ഉള്ളൂ, ഒരു സിംഗിൾ ഷീറ്റ്. അവിടെ വാർത്ത നൽകുമ്പോൾ സംഭവങ്ങൾ, കാര്യം മാത്രം പറയുക എന്നുള്ളതായിരുന്നു എലിസബത്ത് മാലറ്റിന്റെ പ്രഖ്യാപിതമായ നയം. അഭിപ്രായ പ്രകടനങ്ങളൊന്നുമില്ല, കമന്റ് ഒന്നുമില്ല. കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അഭിപ്രായം രൂപീകരിക്കുന്നതിനുള്ള പ്രാപ്തി വായനക്കാർക്ക് ഉണ്ട് എന്നുള്ളതായിരുന്നു ഡെയിലി കറന്റ് എന്ന പത്രം ആരംഭിക്കുമ്പോൾ എലിസബത്ത് മാലറ്റിന്റെ നയപ്രഖ്യാപനം എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ പത്രാധിപന്മാർ അതിനോട് യോജിക്കും എന്ന് തോന്നുന്നില്ല. കാരണം വാർത്തയിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ, വസ്തുതകൾ
കഴിയുന്നത്ര കുറയ്ക്കുകയും അതിലുപരി സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന കമന്റിന് പ്രാധാന്യം നൽകുന്ന ഒന്നായി ഇന്നത്തെ വാർത്താ അവതരണവും റിപ്പോർട്ടിങ്ങും മാറിയിട്ടുണ്ട്. കാലം മാറുമ്പോൾ അത്തരത്തിലുള്ള പല മാറ്റങ്ങളും വന്നു എന്ന് വരാം. എലിസബത്തിന്റെ കാലമല്ലല്ലോ ഇപ്പോ. നിരവധിയായ മാധ്യമങ്ങൾ, ടെലിവിഷൻ, റേഡിയോ, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ്, അതൊക്കെ വരുമ്പോൾ കേവലം വസ്തുതകൾ മാത്രം അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും കഴിയാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് വാർത്തയിൽ കഴിയുന്നത്ര കമന്ററി കൂട്ടിച്ചേർക്കുന്നതിന്, അഭിപ്രായ പ്രകടനം കൂട്ടിച്ചേർക്കുന്നതിന് ഇന്നത്തെ മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നത്. എലിസബത്ത് മാലറ്റ് തന്റെ പത്രം അധികം കാലം നടത്തിക്കൊണ്ടുപോയില്ല. കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ 40 ദിവസം. അത് കഴിഞ്ഞ് ഡെയിലി കൊറന്റ് എന്ന ഈ പത്രം അവർ സാമുവൽ ബക്ലി എന്നയാൾക്ക് വിറ്റു. ഈ സാമുവൽ ബക്ലി ആണ് പിൽക്കാലത്ത് സ്പെക്ടേറ്റർ എന്ന പേരിൽ ഒരു മാഗസിൻ ആരംഭിക്കുന്നത്. അത് വളരെ പ്രസിദ്ധമായ ഒരു മാഗസിൻ ആയി തീരുകയും ചെയ്തു. ലേഖനങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും ചേർത്തുള്ള ഈ ആനുകാലിക പ്രസിദ്ധീകരണത്തിന്റെ മുന്നോടി എന്ന് പറയാവുന്ന രീതിയിലുള്ള പ്രസിദ്ധീകരണമായിരുന്നു സ്പെക്ടേറ്റർ. അപ്പോൾ അത് 1828 വരെ ഈ പത്രമൊക്കെ അങ്ങനെ നിലനിന്ന് പോന്നിട്ടുണ്ട്. ലോകത്തിലെ ആദ്യത്തെ അച്ചടിച്ച പത്രം പക്ഷേ ഉണ്ടായത് ജർമ്മൻ ഭാഷയിലാണ് 1605. ജോൺ ഗുട്ടൻബർഗ് കണ്ടുപിടിച്ച അച്ചടി യന്ത്രവും അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വളർച്ചയുമാണ് ഇതിന് സഹായകമായത്. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ്. ലോകത്തിലെ ആദ്യത്തെ പത്രം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഗുട്ടൻബർഗിനെ ഓർക്കേണ്ടി വരും. ഗുട്ടൻബർഗാണല്ലേ പ്രിന്റിംഗ് ടെക്നോളജി. അന്നത്തേതിനേക്ക് അത് വലിയ വിപ്ലവമായിരുന്നു കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന്റെ ഈ ആ ടെക്നോളജി ഉപയോഗിച്ച് ആദ്യമായി ഒരു പത്രം അച്ചടിച്ചത് ജർമ്മൻ ഭാഷയിലായിരുന്നു. അത് 1605 അവൈസോ റിലേഷൻ സീറ്റും എന്നായിരുന്നു ആ പത്രത്തിന്റെ പേര്. 1605 എന്ന് പറയുമ്പോൾ 400 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ, 420 കൊല്ലം ആയതേ ഉള്ളൂ അച്ചടിച്ച പത്രം ഈ ഭൂമുഖത്ത് ഉണ്ടായിട്ട്. നമ്മൾ ഈ പത്രങ്ങളുടെയും പത്രപ്രവർത്തകരുടെയും ഒക്കെ ഒരു ഭാവം കണ്ടാൽ അനാദികാലം മുതൽ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് പത്രങ്ങളും മാധ്യമങ്ങളും പ്രവർത്തിച്ചിരുന്നു എന്ന് തോന്നുന്നു. അച്ചടിച്ച പത്രത്തിന് 400 കൊല്ലത്തെ പഴക്കം. വ്യാപകമായി പത്രങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് ചോദിച്ചാൽ അതൊക്കെ അടുത്ത കാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു പ്രാചീനത അവകാശപ്പെടാൻ കഴിയില്ല. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം 1780 പ്രസിദ്ധീകരിക്കുന്നത്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ആയിരുന്നു പത്രാധിപർ. ഭരണകൂടവുമായുള്ള നിരന്തരമായ ഏറ്റുമുട്ടലുകൾക്കൊടുവിൽ വൈകാതെ അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പത്രം എന്നത് നമുക്ക് എല്ലാവർക്കും, എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാവുന്നത് ആ പേര് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. അത് 1780 ആയിരുന്നു. ആ പത്രത്തിന് കൃത്യമായ പേര് പോലും ഇല്ലായിരുന്നു. ഹിക്കീസ് ഗസറ്റ്, കൽക്കട്ട ജനറൽ അഡ്വർടൈസർ, അങ്ങനെ പല പേരുകളിലും ആ പത്രം അറിയപ്പെട്ടിരുന്നു. അതിനും ആയുസ് കുറവായിരുന്നു. വാണിജ്യപരമായ കാരണങ്ങൾ കൊണ്ടല്ല ആ പത്രം ഇല്ലാതായി പോയത്. ഭരണകൂടത്തിന്റെ ഇടപെടലും അടിച്ചമർത്തലും ജപ്തിയും അറസ്റ്റും പത്രാധിപരുടെ നാടുകടത്തലും എല്ലാം ചേർന്ന് 26 മാസം കൊണ്ട് ഹിക്കിയുടെ പത്രം അടച്ചുപൂട്ടി. അതൊരു സ്മാരകവും ഓർമ്മയും മാത്രമായി തീർന്നു. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കൗതുകത്തിന് വേണ്ടി ഓർത്തെടുക്കാൻ കഴിയും. ലോകത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിനപത്രം, ആ വിനീതമായ സിംഗിൾ ഷീറ്റ് ഡെയിലി കൊറന്റ് എന്ന പേരിൽ എലിസബത്ത് മാലറ്റ് ലണ്ടനിൽ ആരംഭിച്ച ആ പത്രം മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ, പക്ഷെ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള ഇംഗ്ലീഷ് ദിനപത്രം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇംഗ്ലണ്ടിലേക്ക് നോക്കണ്ട, ഫ്ലീറ്റ് സ്ട്രീറ്റിലേക്ക് നോക്കണ്ട. ഇത് നമ്മുടെ നാട്ടിലാണ്. നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഇംഗ്ലീഷ് ദിനപത്രം. അതിന് കാരണങ്ങൾ പലതുണ്ട്. ഇംഗ്ലണ്ടിനേക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന ആളുകൾ ഇന്ത്യയിലുണ്ട് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അത് മറ്റൊരു വശമാണ്. പത്രങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ പത്രങ്ങൾ ഇല്ലാതാകുന്നു എന്നൊക്കെയുള്ള വാർത്ത നിരന്തരം കേട്ടുകൊണ്ടിരിക്കെ
പത്രങ്ങൾ ഉണ്ടായിരുന്ന കാലത്തെ ചില പഴയ കഥകളും അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ അയവിറക്കി പോകുന്നത് നല്ല കാര്യമാണ്. ഏറ്റവും പുതിയ വാർത്തകൾ നൽകാൻ പത്രങ്ങൾ ശ്രമിക്കുന്നതിനൊപ്പം ചില പഴയ വാർത്തകൾ, പഴയ സംഭവങ്ങൾ കൂടി വായനക്കാരെ ഓർമ്മപ്പെടുത്തുന്നതിന് നമ്മുടെ എല്ലാ പത്രങ്ങളും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പഴയ വാർത്തകൾ, ദേശാഭിമാനി പത്രത്തിൽ എഡിറ്റ് പേജിലെ ഒരു കോളം തന്നെ അതാണ്, പഴയ വാർത്തകൾ കൊടുക്കുക. ഇന്ന് ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു? അക്കൂട്ടത്തിലാണ് ഞാൻ 1702 മാർച്ച് 11 ലോകത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിനപത്രം ലണ്ടനിൽ എലിസബത്ത് മാലറ്റ് എന്ന സ്ത്രീ ഡെയിലി കുറാന്റ് എന്ന പേരിൽ ആരംഭിച്ചു എന്ന കാര്യം അറിഞ്ഞത്. ക്യാമറയിൽ ഫോട്ടോ എടുത്ത് ലാബിൽ പ്രോസസ് ചെയ്തയച്ച് പിറ്റേന്നത്തെ പത്രത്തിൽ ചിത്രം അച്ചടിച്ചു വരുമ്പോൾ മാത്രം ജനങ്ങൾക്ക് അത് കാണാൻ കഴിഞ്ഞിരുന്ന പഴയ മാതൃഭൂമി കാലം ഓർമ്മിക്കുന്നു പ്രമുഖ ഫോട്ടോ ജേർണലിസ്റ്റും അധ്യാപകനുമായ ബി ചന്ദ്രകുമാർ. ചിത്രജാലകത്തിലേക്ക്. രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങളെല്ലാം സമാപിക്കുന്നത് ഒരു ശക്തി പ്രകടനത്തോടെയാവും. ആ ശക്തി പ്രകടനത്തിന്റെ പിറ്റേ ദിവസം പത്രത്തിൽ വരുന്ന ഫോട്ടോയാണ് ജനങ്ങളെ ആ പാർട്ടിയുടെ ശക്തി ബോധ്യപ്പെടുത്തുന്നത്. ഇന്നത്തെ പോലെ ഒരുപാട് വാർത്താ ചാനലുകളും ഡ്രോൺ ക്യാമറകളും ഇല്ലാതിരുന്ന കാലത്ത് പല രാഷ്ട്രീയ പാർട്ടികളുടെയും സമ്മേളനങ്ങൾ മാതൃഭൂമി പത്രത്തിന് വേണ്ടി ക്യാമറയിൽ പകർത്തിയ ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കും. 1996 കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച BJPയുടെ സുരാജ് രഥയാത്രയുടെ ദൃശ്യമാണിത്. യാത്ര ഉദ്ഘാടനം ചെയ്യാനെത്തിയ അന്നത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് AB വാജ്പേയിയും യാത്ര നയിച്ച LK അദ്വാനിയും സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രവർത്തകരും ഒറ്റ ഫ്രെയിമിൽ. അങ്ങനെ ഒരു ചിത്രത്തിന് വേണ്ടി കാലേക്കുട്ടി സ്റ്റേജിൽ കയറി കാത്തുനിന്നു. അവർ ഇരുവരും സ്റ്റേജിൽ കയറി ഇരിപ്പിടത്തിലേക്ക് തിരിഞ്ഞതും ഒരു ക്ലിക്ക്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞ K കരുണാകരൻ DICK എന്ന ഒരു പാർട്ടി ഉണ്ടാക്കി. പുതിയ പാർട്ടി ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് പ്രേരണയായത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ തട്ടകമായ തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ചേർന്ന് ഒരു ഗ്രൂപ്പ് റാലി സംഘടിപ്പിക്കുകയുണ്ടായി. അതിന്റെ വൻ വിജയമായിരിക്കാം അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. തേക്കിൻകാട് മൈതാനവും കവിഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ സ്വരാജ് റൗണ്ട് നിറഞ്ഞൊഴുകുന്ന ഈ കാഴ്ച ഒരു ബഹുനില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് ഞാൻ പകർത്തിയത്. 1998 CPIM സംസ്ഥാന സമ്മേളനം പാലക്കാട് നടക്കുമ്പോൾ ഞാൻ എടുത്ത ഫോട്ടോയാണിത്. 10-ൽ താഴെ ഫോട്ടോഗ്രാഫർമാർ മാത്രമാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ആ കാലത്ത് അപൂർവമായ കളർ ഫോട്ടോ പത്രത്തിൽ വരാറുണ്ട്. പാലക്കാട് നടക്കുന്ന സമ്മേളനത്തിന്റെ ഫോട്ടോയുടെ കളർ ഫിലിം തൃശ്ശൂരിലെ കളർ ലാബിൽ കൊണ്ടുപോയി വാഷ് ചെയ്ത് പോസിറ്റീവ് പ്രിന്റ് എടുത്ത് അതിൽ നിന്ന് 4 കളറുകൾ വേർതിരിക്കുന്ന നെഗറ്റീവ് ഫിലിമും പ്ലേറ്റും ഒക്കെ ഉണ്ടാക്കിയ ശേഷമേ പത്രത്തിൽ അച്ചടിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അത് പിറ്റേ ദിവസം രാവിലെയാണ് വായനക്കാർ കാണുന്നത്. എന്നാൽ ഈ വർഷം കൊല്ലത്ത് നടന്ന CPIM സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ കണ്ടത് മാധ്യമപ്രവർത്തകർക്ക് പുറമെ 100 കണക്കിന് പാർട്ടി പ്രവർത്തകർ സ്വന്തം മൊബൈലിൽ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി ലൈവായി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന രംഗമാണ്. ഓരോ വ്യക്തിയും മാധ്യമപ്രവർത്തകരാകുന്ന കാഴ്ചയാണ് കൊല്ലത്ത് കണ്ടത്. സമൂഹത്തിന്റെ ബോധ്യങ്ങളെയും വികാരങ്ങളെയും എല്ലാം മാധ്യമങ്ങൾ എങ്ങനെയൊക്കെ ഏതളവിൽ സ്വാധീനിക്കുന്നു എന്നത് എക്കാലത്തെയും ഗൗരവമുള്ള പഠന വിഷയമാണ്. നമ്മുടേതുപോലുള്ള മാധ്യമപൂരിതമായ ഒരു സമൂഹത്തിൽ നിർണായകമായ രാഷ്ട്രീയ വാർത്തകളും വിവരങ്ങളുമെല്ലാം അവ അർഹിക്കുന്ന ഉത്തരവാദിത്വത്തോടു കൂടിയാണോ മാധ്യമ പ്രവർത്തകർ കൈകാര്യം ചെയ്യുന്നത് എന്നത് ആലോചിക്കേണ്ട വിഷയമാണ്. അമിത ലളിതവൽക്കരണവും കൗതുക വാർത്തകളുടേതുപോലെയുള്ള റിപ്പോർട്ടിങ്ങും വാർത്തയുടെ ഗൗരവം ചോർത്തിക്കളയുമെന്ന് വാക്കിലെ ശരിയിൽ ST പ്രിൻസ്. മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് ഇറങ്ങിയിട്ടുള്ള പല സിദ്ധാന്തങ്ങളിലൊന്നാണ് മീഡിയറ്റൈസേഷൻ തിയറി. മാധ്യമങ്ങൾക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട്. മാധ്യമങ്ങളുടെ രീതി സമൂഹത്തിലെ പല പ്രസ്ഥാനങ്ങളെയും ബാധിക്കാറുണ്ട്, അവയൊക്കെ മാറ്റിയെടുക്കാറുമുണ്ട്. രാഷ്ട്രീയവും സാംസ്കാരികവുമായിട്ടുള്ള പല കാര്യങ്ങളും മാധ്യമങ്ങളുടെ രീതിക്ക് അനുസൃതമായി നീങ്ങുന്ന ഒരു കാഴ്ച നാം ഇപ്പോൾ കാണാറുണ്ട്. പറഞ്ഞു വരുമ്പോൾ ചിലർ പറയുന്നത് രാഷ്ട്രീയ കക്ഷികളെ പോലും മാറ്റിവെക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾ പെരുമാറാറുണ്ട്. അതായത് യഥാർത്ഥ രാഷ്ട്രീയ പ്രസ്ഥാനം മാധ്യമങ്ങളാണ് എന്ന് വരെ വിശ്വസിക്കുന്ന ആളുകൾ ഇന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല ചടങ്ങുകളും മാധ്യമങ്ങൾക്ക് അനുസൃതമായ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതായത്
മാധ്യമ കവറേജിന് സൗകര്യപ്രദമാകുന്ന രീതിയിൽ അതിന്റെ സംഘാടനം മാറിക്കഴിഞ്ഞു. മാധ്യമങ്ങൾ നൽകുന്ന പിന്തുണയും കവറേജുമൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ വളർച്ചയ്ക്ക് കാര്യമായി സഹായിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അവയുടെ ഗതി പോലും നിശ്ചയിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടെന്നതും നാം കാണുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമൂഹത്തെ ചിലരൊക്കെ മീഡിയ ട്വിസ്റ്റഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇക്കാരണത്താൽ രാഷ്ട്രീയ യുക്തിയുടെയും മാധ്യമ യുക്തിയുടെയും ആകത്തുകയാണ് നമ്മുടെ പൊതുരംഗം എന്നൊരു വിശ്വാസവും രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്ന് മാധ്യമങ്ങൾ എന്ത് കവർ ചെയ്യുന്നു എന്നതുപോലെ പ്രധാനമാണ് എങ്ങനെ കവർ ചെയ്യുന്നു എന്നത്. സുപ്രധാന രാഷ്ട്രീയ സംഭവങ്ങളെ അതീവ പ്രാധാന്യത്തോടെയും ഗൗരവത്തോടെയും അവതരിപ്പിക്കുന്നതാണ് ഒരു സാമാന്യ രീതി. എന്നാൽ കാര്യമായ വാർത്താ പ്രാധാന്യം നൽകുമ്പോൾ പോലും ചില പ്രയോഗങ്ങളിലൂടെ ഗൗരവം അല്പം കുറയ്ക്കാൻ ചില ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ നടക്കുന്നതായി നമുക്ക് തോന്നിപ്പോകും. ഈയിടെ കൊല്ലത്ത് നടന്ന CPIM-ന്റെ 24ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ റിപ്പോർട്ടിംഗ് കണ്ടപ്പോൾ ഈ കാര്യം മനസ്സിലേക്ക് ഓടി വന്നു. ഈ സമ്മേളനത്തെ മിക്ക പത്രങ്ങളും വളരെ കാര്യമായി കവർ ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, അതീവ ഗൗരവത്തോടു കൂടിയാണ് അതിലെ ഓരോ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തത്. ശീർഷകങ്ങളിലും ഈ ഗൗരവം കാണാനുണ്ടായിരുന്നു. MV ഗോവിന്ദൻ തുടരും, MV ഗോവിന്ദൻ സെക്രട്ടറി, ഇങ്ങനെയൊക്കെയുള്ള മാറ്റർ ഓഫ് ഫാക്ട് ആയ ശീർഷകങ്ങളാണ് ചില പത്രങ്ങൾ കണ്ടത്. ഒരിടത്ത് നയിക്കാൻ മാഷ് എന്നുണ്ടായിരുന്നു. തുടരും മാഷിന്റെ പീരീഡ് എന്നായിരുന്നു ഒരു പത്രത്തിൽ കണ്ടത്. ഗോവിന്ദ കാലം എന്നെഴുതിയ ഒരു പത്രത്തെയും കണ്ടു. ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ നോ സർപ്രൈസസ്, ഗോവിന്ദൻ കണ്ടിന്യൂ ആസ് സെക്രട്ടറി എന്ന് വന്നിരുന്നു. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ മറ്റൊരു പത്രത്തിൽ കണ്ട ശീർഷകമാണ് ആ മീഡിയറ്റൈസേഷനെ കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിച്ചത്. അവിടെ കണ്ടത് ഗെറ്റ് സെറ്റ് ഗോവിന്ദൻ എന്നാണ്. ഒറ്റ നോട്ടത്തിൽ ഇതൊരു കളിയാക്കൽ പോലെ തോന്നിയെന്നിരിക്കും. പക്ഷേ MV ഗോവിന്ദൻ എന്ന നേതാവ് ഒരു കാലത്ത് കായിക അധ്യാപകനായിരുന്നു എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നതാണോ ഈ ശീർഷകത്തിന് പിന്നിലുള്ള കാര്യം. ഗെറ്റ് സെറ്റ് ഗോ എന്നും ഓൺ യുവർ മാർക്സ് ഗോ എന്നൊക്കെ പറയുന്നത് നമ്മൾ കായിക മത്സരങ്ങൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. അതിവിടെ ഒന്ന് ആ പത്രം ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയിലെ വിജയം എല്ലാ പത്രങ്ങളും കാര്യമായി ആഘോഷിച്ചു. ഒരു കളിയും തോൽക്കാതെയുള്ള ഈ വിജയം സ്വാഭാവികമായും ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ കാര്യം ഓർത്തുകൊണ്ടാവാം വീരോഹിതം എന്ന് ഒരു ഓൺലൈൻ പത്രം ഇതിനെ വിശേഷിപ്പിച്ചു. വീരോചിതം എന്നൊക്കെ പറയും പോലെ. ഫ്രം ദുബായ് വിത്ത് ലവ് എന്നായിരുന്നു ഒരു ഇംഗ്ലീഷ് പത്രം എഴുതിയത്. അറബ് മണ്ണിൽ ഇന്ത്യയുടെ സംഘഗാനം എന്ന് ഒരു പത്രം എഴുതിയിരുന്നു. മറ്റൊരു പത്രത്തിൽ 2 വാർത്തകൾ ചേർത്ത് വെച്ച് ഒരു വലിയ ശീർഷകം ഉണ്ടായിരുന്നു. ക്യാപ്റ്റന്റെ വിജയം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരിടത്ത് കാണുന്നു മുഖ്യമന്ത്രിയുടെ നയം പാർട്ടി അംഗീകരിച്ചു എന്ന്. തൊട്ടിപ്പുറത്ത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ കാര്യവും പറയുന്നുണ്ട്. ക്യാപ്റ്റന്റെ ജയം എന്നത് 2 പേർക്കും ബാധകമായി വരും. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മറ്റൊരു പത്രത്തിൽ കണ്ടത് വിന്ധ്യ എന്നൊരു ശീർഷകമായിരുന്നു. അതായത് ജയിച്ചു എന്നതിന്റെ ആ വിൻ എന്ന ഇംഗ്ലീഷ് പദവും ഇന്ത്യയും ചേർത്തുള്ള ഒരു മലയാള പ്രയോഗം. വിന്ധ്യ എന്നാണ് എഴുതിയിരിക്കുന്നത്. വിൻ എന്ന് എഴുതിയിട്ട് ഇന്ത്യ എന്നിവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വിന്ധ്യ എന്ന് വായിക്കുമെന്നാണ് ധാരണ. ഇത്തരം കൗതുകകരമായ ശീർഷകങ്ങൾ ഉണ്ടാക്കുമ്പോൾ സാമാന്യ യുക്തിയെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. നായും തായും ചേർന്ന് ഇന്ത എന്ന ശബ്ദമുണ്ടാകും. അങ്ങനെയാണ് വിന്ധ്യ എന്ന് എഴുതുന്നത്. ഒരു ഇൻ കൂടി ചേർത്തിട്ട് ഇന്ത്യ എന്ന് എഴുതുന്നത് മലയാളത്തിന്റെ രീതിയല്ല. കൗതുകത്തിന് വേണ്ടി ചെയ്തതാണെങ്കിലും മലയാളത്തിന്റെ രീതി തന്നെയാണോ അതോ മലയാള ഭാഷയുടെ വഴക്കം തന്നെയാണോ അതെന്ന് ഒന്ന് നോക്കാമായിരുന്നു. അതോ മീഡിയറ്റൈസേഷന്റെ ഭാഗമായി സാമാന്യയുക്തി ഇല്ലാത്തതും വേണമെങ്കിൽ ജനം സ്വീകരിച്ചോളുമെന്നുള്ള ആത്മവിശ്വാസമാണോ? ചില വാർത്തകളും ശീർഷകങ്ങളും കാണുമ്പോൾ അല്പം അസ്വാഭാവികത തോന്നാം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോലീസ് പരിശോധന നടത്തി കഞ്ചാവ് കണ്ടെത്തിയ ഒരു വാർത്ത പത്രത്തിൽ കണ്ടിരുന്നു. അവിടെ ശീർഷകം ഇങ്ങനെയായിരുന്നു: ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധന. ഡോഗ് സ്ക്വാഡ് എന്ന് വെച്ചാൽ ശ്വാനസേന. ഈ സ്നിഫർ ഡോഗുകളെ, നായ്ക്കളെ ഇതുപോലെ മണം പിടിക്കാനായി കൊണ്ടു നടക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. അവയുടെ സേവനം പോലീസ് സാധാരണമായി പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഡിപ്ലോയ് ചെയ്യുക എന്ന് ഇംഗ്ലീഷിൽ പറയും. അല്ലാതെ ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധന എന്ന് പറയാറില്ല. പോലീസും എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധന എന്ന് ആ വാർത്തയിൽ തന്നെയുണ്ട്. അവർ പരിശോധന കുറെ കൂടെ ഫലപ്രദമാക്കാൻ വേണ്ടി ഡോഗ് സ്ക്വാഡിന്റെ സേവനം പ്രയോജനപ്പെടുത്തി എന്നേ ഉള്ളൂ. അതിനർത്ഥം ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നു എന്നല്ല. മുൻപൊരിക്കൽ വാക്യശൈലിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ബാർസലോണ എന്നതിനെ ബാഴ്സലോണ എന്നെഴുതുന്ന രീതിയെക്കുറിച്ച്. കഴിഞ്ഞ ദിവസം ഇതുപോലൊരു പ്രയോഗം കണ്ടു. ആഴ്സണൽ എന്ന്. ആർസണൽ എന്ന് എഴുതേണ്ടിടത്ത് ആഴ്സണൽ എന്ന് എഴുതുന്നത് ഒരു പത്രത്തിന്റെ രീതിയാണ്. തിരുത്തേണ്ട കാര്യം തന്നെയാണ്.
മാധ്യമജാലകത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.